എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് അച്ചാർ പൊടി റെഡിയാക്കി എടുത്താലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കായം, ഉപ്പ്, ഉലുവ, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ തന്നെ കടുക് 4 ടീസ്പൂൺ, ഉലുവ 4 ടീസ്പൂൺ, കായം 3 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അപ്പോൾ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് വറുത്ത് പൊടിച്ച് റെഡിയാക്കിയെടുക്കാം. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ റെഡിയാക്കിയെടുക്കുന്ന അച്ചാറിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന അച്ചാറിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അച്ചാർ പൊടി റെഡിയാക്കാനായിട്ട് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കരിഞ്ഞു പോകാതെ നമ്മളത് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകും ഉലുവയും ഒരു മീഡിയം സൈസിൽ നമുക്ക് വറുത്തെടുക്കാം. എന്നാൽ ഒന്ന് ഫ്രൈ ആകുകയും വേണം, കരിഞ്ഞു പോകാതെ നല്ല ഒരു ഗോൾഡൻ കളറിൽ ഉലുവ ഇരിക്കണം. അതുപോലെ തന്നെ കടുക് ഒന്ന് കരിഞ്ഞു പോകാതെ തന്നെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്തുനിന്ന് മാറാതെ തന്നെ ഇത് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കടുകും ഉലുവയും നല്ല പരുവത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കരികരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, കുറച്ച് കായമുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇവിടെ ഒരു 5-6 കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് നാടൻ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി, 3 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അധികം എരിവ് വേണ്ട. അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായം, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാറ്റിനും ഒരു അളവ് വേണം. കായം ഉലുവയൊക്കെ ഒരുപാട് കൂടിപ്പോയാലും കയ്പുണ്ടാകും. അപ്പോൾ എല്ലാം കറക്റ്റ് അളവിൽ ചേർക്കാനായിട്ട് മറക്കണ്ട. നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മുളക്, കായം ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ഒന്ന് ചേർത്ത് ഇളക്കി വാങ്ങാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും നമുക്ക് കരികരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കടുകും ഉലുവയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സിയിലിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ആ കറിവേപ്പിലയൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ മുളക് പൊടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചാർ പൊടിയുടെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്താൽ നമ്മുടെ അച്ചാർ പൊടി ഇവിടെ റെഡിയാകും. അപ്പോൾ നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആ കുറവുകൾ, കുറച്ച് ഉലുവയോ കായോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അച്ചാർ പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറിടാനായിട്ട് പോവാം.